അലൈക്കും ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈദാണല്ലേ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഇപ്പോൾ 30 നോമ്പ് പെട്ടെന്നാണല്ലേ പോയത്. അപ്പോൾ വീണ്ടും ഒരു റമദാൻ മാസം നമുക്ക് കാണാൻ കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഈദ് ഡേ എങ്ങനെയാണെന്നാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് പെരുന്നാളിൻ്റെ അന്നത്തെ ഡേ ഒരു ഭയങ്കര സ്പെഷ്യൽ ഡേ ആണല്ലേ, ഭയങ്കര ജോയ്ഫുൾ ആയിരിക്കും. എനിക്കൊക്കെ തലേദിവസം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ആ പെരുന്നാളാണ്, പുതിയ ഡ്രസ്സ് ഇടണം, ഒരുങ്ങണം, എല്ലായിടത്തും പോകണം എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക്. എല്ലാവർക്കും എല്ലാ സെലിബ്രേഷൻ ഡേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ, പുറത്തൊക്കെ പോകാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. മോനുള്ളതുകൊണ്ട് അവനെ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. അപ്പം മോളും ഇക്കായുമാണ് പോയത്. അപ്പോൾ അവർ പോയിട്ട് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ മട്ടൻ റോസ്റ്റും അപ്പവും പൊറോട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴത്തേക്കും അവർ വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്ക് അതിന് മുന്നേ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. മോള് ഫസ്റ്റ് വന്ന് അപ്പോഴത്തേക്കും താനു എണീറ്റുണ്ടായിരുന്നു. അവനെ എടുത്തുകൊണ്ട് അവൾ വരുന്നതാണ്. പിന്നെ ഇക്ക വന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റുകൊണ്ട് ആൾ എല്ലാം റെഡിയാവുന്നവരെ ഒന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായി. ഞങ്ങളിവിടെ മാറിയിട്ട് ഒരു 3 years ആയി. വീട്ടിലോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് 3 years ആയി. അതിന് മുന്നേ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഒന്നും ഈ പെരുന്നാൾ ഡേ ആവട്ടെ, എന്താ സ്പെഷ്യൽ ഡേ ആവട്ടെ, ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. ഭയങ്കര ലേസി, ഒരു മടി പിടിച്ച ആളാണ് ഞാൻ. ഇപ്പം ഒന്നും എല്ലാം ഉമ്മച്ചിയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ പാടേ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ എപ്പോഴാണ് അതിൻ്റെ പാട് മനസ്സിലാവുന്നത്. ഇപ്പോൾ 2 പേരെയും നോക്കി ജോലി ചെയ്യാൻ ഭയങ്കര ടഫാണ്. പിന്നെ മോള് കുഴപ്പമില്ല, പക്ഷെ ആളിച്ചിരി ടാൻട്രം കാണിക്കുന്ന ആളാണ്. ഭയങ്കര വാശിയുള്ളതാണ് മോക്ക്. മോൻ പിന്നെ പറയണ്ട, മോൻ എപ്പോഴും എടുത്ത് നിൽക്കണം അങ്ങനത്തെ. ഇപ്പോൾ 2 പേരും വെച്ച് ഈ വീടൊക്കെ മാനേജ് ചെയ്യുന്ന ഭയങ്കര ടഫുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്ക് ചെയ്തല്ലേ പറ്റൂ. സോ അപ്പോൾ അതിലും ഹാപ്പി കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഫുഡൊക്കെ ഇവിടെ റെഡിയാവുന്നുണ്ട്. ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ മോളെയൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് എൻ്റെ വാപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇനി മോനെ റെഡിയാക്കണം. ആളെ ഞാനെല്ലാം ജോലിയും കഴിഞ്ഞിട്ട് റെഡിയാക്കാമെന്നായിരുന്നത്. അപ്പോൾ വാപ്പച്ചി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കായും മോളുടെയും കുറച്ച് ഈദിൻ്റെ കുറച്ച് പ്രഹസനം, സ്നേഹപ്രകടനം ആണ്. ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. കമ്പനി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര ഫ്രണ്ട്ലി വൈബായിട്ട് ആണ് ഡാഡായും മോളും. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഒരു നല്ലൊരു ഫുൾഫില്ലായുള്ള ഒരു മൊമെൻ്റാണ് കാണുമ്പോൾ. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി, മട്ടൻ റോസ്റ്റ്, അപ്പം പൊറോട്ട, പിന്നെ മാമി ഇക്കാരെ ഉമ്മ കുറച്ച് ബീഫ് റോസ്റ്റും കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാനും റെഡിയായി. ഞങ്ങൾ ഇനി ഇക്കാടെ വീട്ടിലും എൻ്റെ വീട്ടിലും പോവാണ്. അപ്പോൾ ലഞ്ച് അവിടെ നിന്നാണ്. അപ്പോൾ ഇക്കാരെ വീട്ടിൽ പോയി അവിടെ മട്ടൻ ബിരിയാണി ആയിരുന്നു കഴിച്ചു. അന്ന് ഈവനിങ് ഞങ്ങൾ ശംഖുമുഖത്ത് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര റഷായിരുന്നു. പെരുന്നാളായതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ തിരിച്ചു പോരാൻ നേരത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ചായയും പഴംപൊരിയും അങ്ങനത്തെ സംഭവമൊക്കെ കഴിച്ചിട്ട് ഒരു നല്ലൊരു ഹാപ്പി ഈദ് ഡേ ആയിരുന്നു. ഭയങ്കര ഹാപ്പിയുള്ള ഡേ ആയിരുന്നു. എല്ലാവർക്കും ഇതുപോലെ എന്നും ഹാപ്പിയുള്ള ഡേ ആവട്ടെ. അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് പിക്സൊക്കെ കൊടുക്കാം. ഞങ്ങൾ ഇതിനടുത്ത കുറച്ച് പിക്സൊക്കെ കൊടുക്കാൻ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ, ലവ് യു ഗായ്സ്.